ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എന്നറിയാമോ? അറ്റ്ലീസ്റ്റ് നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഓർക്കുന്നുണ്ടാവും. നിങ്ങൾ സ്കൂളിൽ പഠിച്ചൊരു പേര് ENIAC, അതായത് ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. പക്ഷേ ഞാൻ പറയുന്നു അത് ഹാഫ് തെറ്റാണ്, ഹാഫ് ശരിയാണ്. അത് ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ അല്ല ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ. 1945-1950 ENIACന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തത് പബ്ലിക്കലി അനൗൺസ് ചെയ്യുന്നത്. പക്ഷേ 1944 കൊളോസസ് എന്ന പേരുള്ള ഒരു കമ്പ്യൂട്ടർ ഓൾറെഡി ഫംഗ്ഷണൽ ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. വേൾഡ് വാർ 2 സമയത്ത് ജർമ്മൻ മിലിറ്ററിയുടെ കമ്മ്യൂണിക്കേഷൻസ് ഡീക്രിപ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ബ്രിട്ടീഷ് എഞ്ചിനീയേഴ്സ് ഉണ്ടാക്കിയ ഒരു കമ്പ്യൂട്ടർ ആയിരുന്നു കൊളോസസ്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡീകോഡിംഗ് മെഷീന്. ആൻഡ് വേൾഡ് വാർ 2 കഴിഞ്ഞ സമയത്ത് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് പ്രകാരം ഇവർ കൊളോസസ് കമ്പ്യൂട്ടേഴ്സ് എല്ലാം ഡിസ്മാൻഡിൽ ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം ക്ലാസിഫൈ ചെയ്ത് വെച്ചു. പിന്നീട് 1970 ഈ സീക്രട്ടിന്റെ റെഗുലേഷൻസ് ഒന്ന് ലൂസായി കഴിഞ്ഞ സമയത്ത് കുറച്ച് എഞ്ചിനീയേഴ്സ് ചേർന്ന് കൊളോസസ് കമ്പ്യൂട്ടേഴ്സ് എല്ലാം ഡീക്ലാസിഫൈ ചെയ്തെടുക്കുകയും അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം വെളിവിടുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് സ്റ്റിൽ ENIAC ആണ് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഇലക്ട്രോണിക് പ്രോഗ്രാമബിൾ കമ്പ്യൂട്ടർ എന്ന് എല്ലായിടത്തും കാണുന്നതെന്ന്? ഒന്ന്, ENIAC ഒരു ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ ആയിരുന്നു, അതിൽ കൊളോസസ് ഒരു സ്പെസിഫിക് പർപ്പസ് ഡീക്രിപ്റ്റിംഗ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ആയിരുന്നു. 2, 1944 ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1970 വരെ ഇതൊരു ഒഫീഷ്യൽ സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. 3, 1960, 1980 കാലഘട്ടത്തിൽ വെളിയിൽ വന്ന കമ്പ്യൂട്ടിംഗ് ഹിസ്റ്ററികളിലൊന്നും കൊളോസസ് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ENIAC ആയിരുന്നു ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ കമ്പ്യൂട്ടർ എന്നായിരുന്നു പബ്ലിഷ് ചെയ്യപ്പെട്ടിരുന്നത്. മാത്രമല്ല ENIAC ഡെവലപ്പ് ചെയ്ത് US ആയതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ കൊളോസസ് പോപ്പുലർ ആവാതിരിക്കാൻ USന് ചെറിയ റോളുണ്ടെന്നൊക്കെ പറയുന്ന കേൾക്കുന്നു. ശരിയാണെന്നറിയില്ല. എന്തായാലും നമ്മൾ പഠിച്ചതും അറിഞ്ഞതുമായിട്ടുള്ള പലതും ശരിയല്ല. സാരമില്ല, സത്യം എന്തെങ്കിലും മറ നീക്കി പുറത്തു വരും. മൂടി വെക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും മിസ്റ്റർ സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് പോലീസ്. ശരിയെന്നാ, ബൈ, ടാറ്റാ.